മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തു പറഞ്ഞ ചില അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ 7 എണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് പ്രീവിയസ് എപ്പിസോഡ് നിങ്ങൾ അത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു പറഞ്ഞ ഇതാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും അനേകർ എൻ്റെ പേരിൽ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതുപോലെ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും കൂടി എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടായും. അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും. പലരെ കൊല്ലും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇതാണ് 7 കാര്യങ്ങൾ പറഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് പറയുന്നത്, ഇത് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് എല്ലാം ജനറൽ പബ്ലിക്കിന് വേണ്ടിയുള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന്, ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമതുള്ളത്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ ഒക്കെയും അവൻ്റെ വരവ് ആവും എന്ന് യേശു പറഞ്ഞു. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ കൺട്രികളിലും കിട്ടത്തക്ക രീതിയിൽ മീഡിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ കൺട്രികളിലും ഏതെങ്കിലും രീതിയിൽ ഇത് ചെല്ലും, എല്ലാവരും അറിയും. യേശുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ച് എല്ലാവരും അറിയും. നേരത്തെ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള സമയത്ത്, ഇപ്പോഴെല്ലാം ഒരു 10, 15, 20 വർഷത്തിന് മുമ്പ് കാനേക്കേലി അച്ചാഹെ യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് അപ്പോഴേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കഴിക്കാൻ പറ്റുന്നതാണോ, ഇത് നല്ലതാണോ എന്നുള്ളൊരു രീതിയിലാണ്. കാരണം അന്ന് അവരുടെ ആവശ്യം ഭക്ഷണമായിരുന്നു. എന്ത് പറഞ്ഞാലും ഭക്ഷിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അവർ കേൾക്കും എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇപ്പോഴതല്ല. ഇപ്പം വേറെ പല രീതിയിൽ പല സോഴ്സ് വഴി അവിടെയൊക്കെ ഇത് ചെന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുക. നേരത്തെ ചിന്തിച്ച പോലെ തന്നെ 8ാമത്തെ കാര്യമായിട്ടുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 21:11. നേരത്തെ ഇതെല്ലാം സംസാരിച്ചാണ്. ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികൾ അവിടെ ഇവിടെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ഇനിയും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ തലമുറ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതാണ്. 2019 കോവിഡ്, അതിൻ്റെ എഫക്റ്റുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അത് വേറെ പല രീതിയിൽ അത് മ്യൂട്ടേറ്റ് ചെയ്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള തിരകൾ, അതിൻ്റെ ഇളക്കം ഇപ്പോഴും ഉണ്ട്. പലതായിട്ടുള്ള രീതിയിലുള്ള അസുഖങ്ങൾ ആളുകൾക്ക് വരുന്നുണ്ട്. ഹാർട്ടിൻ്റെ വാൽവ് വീക്കായി പോവുക, ഹാർട്ടിൻ്റെ പ്രവർത്തനം നിന്നു പോവുക, അതുപോലെ ഹെമറേജ് വരിക, അതുപോലെ വെയിനിൽ കൂടിയൊക്കെ രക്തഓട്ടം നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം പുതിയ റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ എടുത്തവർക്കെല്ലാം അവരുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ്, അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിലുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞു എന്നുള്ള, അതുകൊണ്ട് കൂടുതൽ ദേ ആർ പ്രോൺ ടു ഡിസീസസ്, കാലങ്ങളിൽ കൂടുതൽ അവർ രോഗങ്ങൾക്ക് അടിമയായിരിക്കുന്നു എന്നുള്ള പുതിയ കണ്ടുപിടുത്തവും വന്നു കഴിഞ്ഞു. അതായത് ഏത് രീതിയിലായാലും ഇനിയുള്ള ദിവസങ്ങളിലെ ഹെൽത്തിൻ്റെ ഒരു കാര്യത്തിൽ വലിയൊരു ചലഞ്ച് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. മഹാവ്യാധികൾ അവിടെ ഇവിടെ ഉണ്ടാവും. അതായത് ഈ മഹാമാരികൾ ഉണ്ടാകുമ്പോൾ ഈ കൊറോണ വൈറസിൽ പോലും എത്ര കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു. അന്നേരം അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴും ഡെത്ത് നടക്കുന്നുണ്ട്. ഇത് മഹാവ്യാധിയിലെ കൂട്ടത്തിൽ പെടാവുന്നതാണ്. പണ്ട് സ്പാനിഷ് ഫ്ലൂ എന്നൊക്കെ പറഞ്ഞതുപോലെ പല ജനറേഷനിൽ ഇതുണ്ടാകും. ഈ ജനറേഷനിൽ വലിയ രീതിയിൽ ലോകം മുഴുവൻ ഒരേ സമയത്തുണ്ടാകുന്ന രീതിയിലായി അത് നമ്മളെല്ലാം കണ്ടു. അതുപോലെ തന്നെ 11ാം വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ആകാശത്തിൽ അടയാളങ്ങളെ മഹാലക്ഷ്യം. പലരും പല കാര്യങ്ങൾ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർ പറയുന്നതിനെക്കുറിച്ച് ഒന്നും എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും അടുത്ത കാലങ്ങളിലായിട്ട് ആസ്ട്രോയിഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടമാനം കൂടുന്നുണ്ട്. ഉൽക്കകൾ പതിക്കുന്നത്, ഈ ഉൽക്കയെല്ലാം പലതും ആകാശത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പല ഉൽക്കകളുമുണ്ട്. അതൊക്കെ പടയും പോരുമുള്ള നാളിലേക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. അതൊക്കെ ഒരു സമയത്ത് വീഴും. ചില സമയങ്ങളിലൊക്കെ ചില ഉൽക്കകളുടെ സൈസ് എന്ന് പറയുമ്പോൾ ഭൂമിയേക്കാളും വലിയ ഉൽക്കകൾ, ഭൂമിയുടെ സൈസിനേക്കാളും വലുതുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആകാശത്തിൽ തീ കണ്ടതായിട്ട് പറയുന്നുണ്ട്.
അതുപോലെ എന്താണ് കാർമേഘങ്ങൾ കൂടിയൊക്കെ എന്തൊക്കെയോ കാരണം ഈ ഫണൽ പോലെ കടലിൽ നിന്ന് വെള്ളം അബ്സോർവ് ചെയ്ത് മേലോട്ട് പോകുന്ന ചൂടിൻ്റെയൊക്കെ പ്രഷർ കൊണ്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകൾ, അനേകം ആളുകൾ പല കാഴ്ചകളും, പിന്നെ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, ഏലിയൻസ് എന്ന് പറഞ്ഞ് ചിലർ കണ്ടു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ, മഹാലക്ഷ്യങ്ങൾ ആകാശത്തിലുണ്ടാവും എന്ന് പറയുന്നു. യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ് 21-32 വാക്യത്തിൽ, അത്തിയെ നോക്കി ഉപമെടുപ്പിൻ. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡിലെ യഹൂദൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചതാണ്. യഹൂദന് അത്തിയായിട്ട് ചിത്രീകരിച്ച് അത്തിയെ നോക്കിയിട്ട് ഉപമ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അത്തി എന്ന് പറഞ്ഞാൽ. അത്തി സ്വന്തത്തിലേക്ക് വന്നു, യേശു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. യഹൂദൻ അവരെ തള്ളിക്കളഞ്ഞിട്ട് അവരെല്ലാം പീഡനത്തിൽ കൂടി കടന്നുപോയതെല്ലാം ഞാൻ പറഞ്ഞാണ്. പീഡനത്തിൽ കൂടി എല്ലാം കടന്നുപോയി. അവിടെ ഹിസ്റ്ററി പറഞ്ഞതാണ്, 2000 വർഷത്തെ ഹിസ്റ്ററി പറഞ്ഞാണ്. 1948 അവർ രാഷ്ട്രമായി തീർന്നതും, ആ രാഷ്ട്രമായി തീർന്നതിന് ശേഷം അവർ അത്തി തളർത്തു, കൊമ്പിളതായി. അത് വരുമ്പോഴേ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് അത് വന്നു എന്ന് അറിയുന്നു. അവൻ വാതുക്കലായിരിക്കുന്നു. ആരാണ്? അന്തിക്രിസ്തു വാതുക്കലായിരിക്കുന്നു. ആ സമയത്ത് അന്തിക്രിസ്തു വാതുക്കലായിരിക്കും. യഹൂദൻ്റെ വേനലാണ് അവിടെ ആരംഭിച്ചത്. അപ്പോഴത് അന്തിക്രിസ്തു ആയിരിക്കുന്നു ഈ തലമുറയിൽ. ഇത് സംഭവിക്കുവോളം ഇത് ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. 21 തന്നെ അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. നമ്മളൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാറിയോയിലുള്ള ഒരു കാര്യമാണ് 21-34 വാക്യം. നിങ്ങൾ ഹൃദയ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഫ്രിഡ്ജിനകത്ത് പണ്ടൊക്കെ സാധനങ്ങൾ തീരെ കുറവായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ സാധനം പുറത്ത് വീഴും. അതുപോലെ സാധനങ്ങൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വേൾഡ്ലി ആയിട്ട് ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമല്ലേ? ആവശ്യമാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്രിഡ്ജ് ചില വീടുകളിലുണ്ട്. കാരണം അതിൻ്റെ നീഡ് വന്നിരിക്കുന്നു. കാരണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ് അല്ലേ? എന്നാൽ അത് ഹൃദയത്തിൽ വരുമ്പോൾ, അതിൻ്റെ വലിയൊരു നീഡ് ഹൃദയത്തിൽ വരുമ്പോൾ, അത് ശരീരത്തേക്കാൾ ഉപരിയായിട്ട് അത് വേറെ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കും. ഞാനതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണ നമ്മൾക്ക് ഭക്ഷണം നമ്മൾ കഴിക്കും, നമ്മുടെ ജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. എന്നാൽ ചില ആവശ്യമില്ലാത്ത ചില കഴിപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ നീഡില്ല, എന്നാലും നമ്മൾ ചെയ്യും. അതിന് ഒരു രീതിയിൽ പറഞ്ഞാൽ അതാണ് അതിഭക്ഷണം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ പുതിയ ജനറേഷനിൽ നമുക്കറിയാം ഒരുപാട് ജങ്ക് ഫുഡ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ശരീരത്തിന് പ്രയോജനം ഉണ്ടാക്കുന്നതിലുപരിയായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ വലിച്ചു വെക്കും. കാരണം അതിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന പലതരമായിട്ടുള്ള മനുഷ്യന് ആരോഗ്യത്തിന് കേടുവരുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും അതിനകത്ത് കഴിക്കുമ്പോഴേ വീണ്ടും കഴിക്കാനുള്ള ആർത്തി അവനിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ചില എൻസൈംസും ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ടേ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് അതിഭക്ഷണം ഇതിന്ന് ബോഡി വെയ്റ്റ്, ഓവർ വെയ്റ്റ് വരുന്നു. ജീവിക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് ആളുകളായിത്തീരുന്നു എന്ന് കാണുന്നു. ഒരുപാട് ഓവർ വെയ്റ്റ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് എന്ന് കാണുന്നു. മദ്യപാനം അത് വേറൊരു വയസ്സായിട്ട് കാണുന്നു. സൊസൈറ്റിയിലെ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങി അവസാനം അതൊരു ശരിക്കും ഒരു പിശാചാണ്. ആ പിശാച് വന്നങ്ങ് പിടിക്കും, അങ്ങ് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അത് നടക്കത്തില്ല. അത് ആ ഒരു രീതിയിലായിത്തീരുന്ന ഒരു മദ്യപാനത്തിൻ്റെ ആത്മാവ്. അത് സഹർഷ്യവാക്യത്തിലൊക്കെ നല്ല വാക്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. മദ്യം തിളങ്ങുന്ന കാര്യവും മദ്യം ഒരു സർപ്പം പോലെ തന്നെ പിടിക്കുമെന്നുള്ള കാര്യവും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിഭക്ഷണം, മദ്യപാനം
അടുത്ത ഉപജീവന ചിന്ത. ഈ ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഹൗ ടു ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോകുമ്പോൾ എന്തായിരിക്കും. ഒരുപാട് പ്ലാനിങ് നടത്താറുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് പ്ലാനിങ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു നോർമലായിട്ട് നമുക്ക് ആവശ്യത്തിനൊരു വാഹനം വേണം, ഒരു വാഹനമുണ്ട്. അതിന് പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു, അതിനൊക്കെ വൈ ഡോണ്ട് യു ട്രൈ ഫോർ അനദർ ഗുഡ് വെഹിക്കിൾ, നല്ലൊരു വെഹിക്കിളിനെ കുറച്ചുകൂടെ സുഖമുള്ള കംഫർട്ടുള്ള ഒരു. അന്നേരം അതിനോട് ചേർന്ന് തന്നെ ഉടൻ തന്നെ വരും ലോൺസ് അവൈലബിൾ, ക്രെഡിറ്റ് അവൈലബിൾ, 20 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ 50 ഇൻസ്റ്റാൾമെൻറ്റ്. ഇങ്ങനെയുള്ള ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് പോകും. ഇൻട്രസ്റ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് അട്രാക്റ്റീവായിട്ടും ഒക്കെ വരും. അപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് അതനുസരിച്ചുള്ള റീപേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ കൂടുമ്പോഴേ അതനുസരിച്ചുള്ള ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അധികം വർക്ക് ചെയ്യേണ്ടി വരും. സാലറീഡ് അല്ലെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം, എനിക്ക് അത്രയും ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യണം, അത്രയും വർക്ക് ചെയ്യണം. അന്നേരം അത്രയും വർക്ക് ചെയ്യുമ്പോൾ എന്താ ഉള്ളത്, നമ്മുടെ ലൈഫിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ചില അവേഴ്സ്, നല്ല കാര്യത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില അവേഴ്സ് നമുക്ക് നഷ്ടപ്പെടും. എന്താ അതിൻ്റെ കാരണം? ഉപജീവന ചിന്ത. ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉള്ള ഉപജീവനമല്ല, ഈ എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ വെഗൻസ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിനകത്ത്, അല്ലെങ്കിൽ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് വേണമെങ്കിൽ പറയാം. ജീവനത്തിൻ്റെ പ്രതാപത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു അടയാളമായിട്ടാണ് വന്നത്. മനുഷ്യരുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടുന്ന കാലം. അപ്പോൾ അവർക്ക് ആ സെൻസിറ്റീവ്നെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. കർത്താവ് വരുന്നതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാനായിട്ടൊന്നും അവർക്ക് സമയമില്ല. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ഒരു പോയിന്റ് പറയാം, നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവ്. മത്തായി 24:37. നോഹയുടെ കാലത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നോഹയുടെ കാലത്ത് ദുഷ്ടത പെരുകിയ കാലമായിരുന്നു. അന്ന് നോഹ മഴ പെയ്യും എന്ന് പറഞ്ഞു, മഴ കണ്ടിട്ടില്ല. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല. കാരണം ആരും കാണാത്ത കാര്യമല്ലേ, ആരും വിശ്വസിച്ചില്ല. എന്നാൽ വെള്ളം വന്നു. മനുഷ്യരന്ന് എന്ത് ചെയ്തു? തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുടെ പിന്നാലെ പോയി. അതൊരു അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അന്ന്. ഇന്നും ഇപ്പം എന്താണ്? അതുപോലെ തന്നെയൊക്കെയാണ്. ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അതൊക്കെ നമുക്കെന്തിനാ? നമുക്ക് സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്. ദിസ് ഈസ് ഓൾ ലൈഫ് ഫോർ എൻജോയ്മെൻറ്റ്. ജീവിതം ആനന്ദിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങനെ ചിത്രീകരിച്ച് ലൈഫ് ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. മനുഷ്യർ തിന്നും കുടിച്ചും ഇരിക്കുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ വിവാഹത്തിന് കൊടുത്തും വിവാഹമോചനമൊക്കെ ഒരുപാട് കൂടിയിരിക്കുന്ന സമയമാണല്ലോ. മനുഷ്യനെ വിവാഹം കഴിച്ചും വിവാഹമോചനവും ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരുപാട് വർദ്ധിച്ചു എന്ന് നമ്മൾ കാണാം. വീണ്ടും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. ലോത്തിൻ്റെ കാലത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? ആ സമയത്ത് നമുക്കറിയാം, സ്വർഗഭോഗം. ദൂതന്മാർ വന്നപ്പോൾ പുരുഷന്മാരവരെ വളർന്നു, ആബാലവൃദ്ധം ജനം അവരെ വളർന്നിട്ട് അവരെ ഭോഗിക്കുന്നതിനകത്ത് വേണ്ടി താല്പര്യം കാണിച്ചു. രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഒന്ന്, അവരുടെ കാഴ്ച തൽക്കാലത്തേക്ക് മറഞ്ഞു. പിന്നീട് അതുപോലെ അവിടെ ടച്ച് ചെയ്ത് അവർ തപ്പിത്തടഞ്ഞു പോലും വാതിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ സെൻസേഷൻ അത് നഷ്ടപ്പെട്ടായിട്ട് നമ്മളവിടെ കാണുന്നു. അതുകൊണ്ട് ലോത്തിൻ്റെ കാലത്തിൽ അങ്ങനെ സംഭവിച്ചു. അതും അവിടെയും പറയുന്ന ഇതാണ്, അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോകുന്ന കാലം, അങ്ങനെയാണ് പറയുന്നത്. അവിടെ അങ്ങനെയായിരുന്നു. ഇപ്പോഴും അതുപോലെ നമുക്ക് കാണാം. ഒരു വേണ്ടാതുള്ള എല്ലാ വൈസസിനും അടിമയായിക്കൊണ്ട് ഈ ലോകത്തിലെ മോഹം, ഈ ശരീരത്തിന് വേണ്ടിയുള്ള താല്പര്യവും ശരീരത്തിന് എൻജോയ്മെൻറ്റ് കൊടുക്കുന്ന താല്പര്യവുമായിട്ട് ഇതുപോലെ കൺസ്ട്രക്ഷൻ, അതുപോലെ എൻജോയ്മെൻറ്റ്, ബാറ്, ഡാൻസ്, ഡൈനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മനുഷ്യൻ കൂടുതൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന സമയം. നമുക്കറിയാം, ഇപ്പോൾ ആളുകൾക്ക് താല്പര്യമായതുകൊണ്ട് 24/7 കടകൾ തുറക്കുകയും അതുപോലെ ലെയിൻസ് അല്ലെങ്കിൽ പാതകൾ കച്ചവട സ്ട്രീറ്റ് പോലെ രാത്രിയിലും ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലും വന്നു. ഇപ്പം തന്നെ തിരുവനന്തപുരത്തൊക്കെ 2-3 സ്ട്രീറ്റുകൾ രാത്രിയിലെല്ലാം വർക്ക് ചെയ്യത്തക്ക രീതിയിൽ ഗവൺമെൻറ് തന്നെ
അലവ് ചെയ്ത് രാത്രിയിലും എൻജോയ്മെൻറ്റിനും ഭക്ഷണം കഴിക്കാനും ഒരുപാട് ആക്ടിവിറ്റീസിനും ഒക്കെയുള്ള സാഹചര്യങ്ങളാക്കി മാറ്റിയതായി നമ്മൾ കാണുന്നുണ്ട്. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ആകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ശരിക്കും ഈ റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഒരു സെൽഫിഷ്നെസ് വരികയാണ്. കാരണം അധർമ്മം പെരുകിയിരിക്കുകയാണ്. അന്യോന്യമുള്ള സ്നേഹം, മറ്റുള്ളവരെ കരുതുക, സ്നേഹിക്കുക, ഇതെല്ലാം അങ്ങ് പോവും അധർമ്മം കൂടുന്ന അനുസരിച്ച്. മദ്യപാനം, കൊലപാതകം, മോഷണം, ബലാത്സംഗം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, സ്ത്രീപീഡനം, ഇതെല്ലാം ഇപ്പം ഒരുപാട് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ പോലും തന്നെ മന്ത്രവാദം, മനുഷ്യനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന മന്ത്രവാദങ്ങളും ഒക്കെ തുടങ്ങി. കേരളത്തിൽ തന്നെ ഇതാ ഇരിക്കുന്നു. സ്ത്രീപീഡനം, കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ ലൈഫിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പോലെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അത് എല്ലാം പ്രയാസമായിട്ട് അല്ലെങ്കിൽ എല്ലാം മോശമായിട്ട് കരുതിയതെല്ലാം ഇപ്പം നല്ലതായിട്ട് തീരുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞു എന്നുള്ള, അവനെ വാതുക്കൽ നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവം. അവൻ വാതുക്കൽ നിൽക്കുന്നു പറഞ്ഞാൽ അത് ആൻറ്റി ക്രൈസ്റ്റ്, അവൻ്റെ ഭരണം വാതുക്കലായി എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ തരണത്തിൽ ഓർക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ, ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ AI പിന്നെന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അത് നമ്മളെ ചിന്തിച്ചാൽ മതി, നമ്മുടെ കയ്യിൽ എഴുതി കാണിക്കും. പാട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ആ പാട്ട് നമ്മൾ ഇന്ന പാട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ ആ പാട്ട് നമുക്ക് കേൾക്കാം, ഒന്നും ആവശ്യമില്ല. ഇമ്രാൻ ചൗധരിയും ബദനി എന്നൊക്കെ പറഞ്ഞ പിന്നെ ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്തവർ വന്നിട്ട് വോയിസ് കമാൻഡ് വഴി പുറത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ചിന്തയെ കൺട്രോൾ ചെയ്ത്, നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞു, ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിതെല്ലാം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ നാളുകൾ നമ്മുടെ ജീവിതങ്ങൾ എത്രയും സൂക്ഷ്മതയോടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒരുക്കണം ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി. യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഒന്നും ഒഴിഞ്ഞു പോകുന്നതല്ല, എല്ലാം അതുപോലെ തന്നെ സംഭവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, ഒരു ഇൻക്ലൂഡിങ് ഗാസ യുദ്ധം വരെ നടക്കുന്ന കാര്യം, അതിൻ്റെ ഡേറ്റ് വരെയും കറക്റ്റ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതെല്ലാം പ്രൊഫസി എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ദൈവത്തെ നമ്മൾ അറിയുകയും അവൻ്റെ വഴികൾ ജീവിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഒരു കെണി പോലെ നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനത്താലും കുടുങ്ങിപ്പോയാൽ ഒരു കെണി പോലെ ആ ദിവസം നമുക്ക് വന്നു ചേരും. അവൻ വരുന്ന ഡേറ്റൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അവിടെ നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടുകൂടിയും ഒരുക്കത്തോടെയും ഇരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവെ ഈ വചനം കേൾക്കുവാനായിട്ട് നീ വീണ്ടും ഇടവരുത്തി ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സംഭവങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ലോകത്തിലുള്ള ചേഞ്ചസ്, ഈ ലോകത്തിൽ വരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കൂടി പറഞ്ഞതാണല്ലോ ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ വേറെ സാഹചര്യങ്ങളോ ലോകത്തിലുള്ളതോ ഒന്നുമല്ല ചിന്തിച്ചത്, യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. ദൈവമേ, അതിനാൽ ഞങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീർച്ചയായും ഈ ആന്റിക്രൈസ്റ്റിൻ്റെ ഭരണം വാതിൽക്കൽ നിൽക്കുമ്പോഴേ ഞങ്ങൾ കർത്താവ് വരുന്ന സമയത്ത് നിൻ്റെ കൂടെ കാണപ്പെടുവാനായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതങ്ങൾ കർത്താവിനെ കൊടുക്കുവാനായിട്ട് ഈ രാത്രികാലം ഇടവരുത്തണമേ. എൻ്റെ പ്രിയ പിതാവേ, എൻ്റെ പ്രാർത്ഥനകളെ കേട്ട് പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവ് കടന്നു വരികയും അവരെ മക്കളാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ള
ദൈവത്തിൻ്റെ വലിയ പ്രോമിസ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഓർത്ത സ്തോത്രം. അതൊന്ന് അവർ ചെയ്യുവാനായിട്ട് കർത്താവെ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി പ്രയാസപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദേഹത്തിൻ്റെ ഞരമ്പുകൾ കൂടി രക്തമോട്ടം ഇല്ലാതെ നടക്കാനും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന വ്യക്തികളെ കാണിച്ചു തരുന്നു. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിന് വേദനയായിട്ടിരിക്കുകയും അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നവരെ കർത്താവെ, റെസ്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ മരുന്ന് കഴിച്ച്, ഞങ്ങൾ അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് ഓപ്പറേഷനൊന്നും ഇല്ലാതെ അത് സൗഖ്യമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങൾ തൊട്ട് സൗഖ്യമാക്കണമേ, നിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നവരെ, പ്രയാസങ്ങളിലിരിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ വഴികളിലായിരിക്കാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിട്ടും പിശാച് അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന അനുഭവങ്ങളിൽ ഇരിക്കുന്നല്ലോ. ദൈവമേ, നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. അതിനാൽ നിൻ്റെ സന്നിധിയിൽ കർത്താവെ അനുതാപത്തോട് കടന്നു വന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കായിട്ടും ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളോട് നന്ദി പറയുന്നു. ഇത് തുടർന്നും ഇത് കാണണം. കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലുമൊക്കെ കാണാത്തവർ നേരത്തെ ഉള്ള എപ്പിസോഡിനോട് ചേർന്നാണല്ലോ വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എപ്പിസോഡിൽ നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾ നോക്കണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരണമേ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.